എല്ലാവർക്കും നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും പഞ്ചാംഗവും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളുമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഇന്ന് 2025 മെയ് 23 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,353. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് ഇടവ മാസം 9-ാം തീയതിയാണ്. ശകവർഷം 1947 ജ്യേഷ്ഠ മാസം 2-ാം തീയതി. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി. ഇന്നത്തെ തിഥി കൃഷ്ണപക്ഷ ഏകാദശിയാണ്. ഇന്നത്തെ കരണം സിംഹകരണം. ഇന്നത്തെ നിത്യയോഗം പ്രീതി എന്നു പേരുള്ള നിത്യയോഗമാണ്. ഉത്തരായന കാലമാണ്. ഇപ്പോൾ ഗ്രീഷ്മ ഋതുവാണ്. മിഥുനമാസം അവസാനം വരെ ഗ്രീഷ്മ ഋതുവായിരിക്കും. അതിനുശേഷം ദക്ഷിണായനം തുടങ്ങും. ദക്ഷിണായനം തുടങ്ങുമ്പോഴത്തേക്കും വർഷം എന്ന് പറയുന്ന ഋതുവായിരിക്കും തുടങ്ങുന്നത്. ഇന്നത്തെ സൂര്യോദയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റിനാണ്. അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 31 മിനിറ്റിനായിരിക്കും. ഈ പറഞ്ഞ ഉദയാസ്തമന സമയം പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും വെച്ചിട്ടാണ്. കേരളത്തിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും. 3 മിനിറ്റ് വരെയൊക്കെയുള്ള 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ രാഹുകാലം രാവിലെ 10:45 മുതൽ 12:18 വരെ ആയിരിക്കും. ഇത് കൃത്യതപ്പെടുത്തിയിട്ടുള്ള രാഹുകാലമാണ്. നമ്മൾ കലണ്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കലണ്ടറിൽ വരുന്നത് സൂര്യോദയം 6 മണി എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ഫുടം ചെയ്തിട്ടുള്ള രാഹുകാലമാണ് കൂടുതൽ കൃത്യതയുള്ളത്. ഇന്നത്തെ ഗുളികകാലം രാവിലെ 7:39 മുതൽ 9:12 വരെ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം, നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഏറ്റവും അഭികാമ്യമായിട്ടുള്ള മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:54 മുതൽ 12:16 വരെയും, അതിനുശേഷം 4 മിനിറ്റ് മധ്യാഹ്ന വർജ്യമാണ്. 12:20 വരെ മധ്യാഹ്ന വർജ്യമാണ്. 12:20 മുതൽ 12:42 വരെയും ആയിരിക്കും. ഈ സമയത്ത് ഗ്രഹദോഷങ്ങളൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഏത് ശുഭകാര്യവും ചെയ്യാൻ പറ്റും. ഇന്നത്തെ ചന്ദ്രാഷ്ടമം എന്ന് പറയുന്നത് ജനിച്ച രാശിയിൽ നിന്നും 8ാമത് രാശിയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. ഇന്നത്തെ ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ വർജ്യമാണ്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗ്രഹനില നോക്കുമ്പോഴത്തേക്കും ബുധൻ ഇന്ന് സൂര്യോദയം വരെ മേടൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇന്നത് ഇടവത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഗ്രഹനിലയിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കാം. ഇന്നത്തെ ഗ്രഹനില അനുസരിച്ച് സൂര്യോദയ സമയത്ത് ബുധൻ മേടത്തിലും സൂര്യൻ ഇടവത്തിലും വ്യാഴവും ഗുളികനും മിഥുനത്തിലും ചൊവ്വ കർക്കടകത്തിലും കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലും ചന്ദ്രനും ശുക്രനും ശനിയും മീനത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. നമ്മൾ ഗ്രഹങ്ങളെപ്പറ്റി പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ എല്ലാ ഗ്രഹങ്ങളും ശുഭന്മാരല്ല. ശുഭഗ്രഹങ്ങളുണ്ട്, പാപഗ്രഹങ്ങളുണ്ട്. ഇതിൽ വ്യാഴമാണ് ഏറ്റവും ശുഭഫലം തരുന്ന ഗ്രഹം. ബുധനും ശുക്രനും ശുഭഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷെ വ്യാഴത്തിൻ്റെ അത്രയും ഫലദാനശേഷി കാണുകയില്ല. ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ വെച്ച് സൂര്യൻ, കുജൻ, ശനി, രാഹു, കേതു, ഈ 5 ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നൈസർഗിക പാപന്മാരാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ ശുഭന്മാരും പാപന്മാരും മാറി മാറി അവരുടെ പാപത്വം, ശുഭഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ പാപത്വം ഉണ്ടാകും,
പാപന്മാർ ചിലപ്പോൾ ശുഭന്മാരും ആകാനുള്ള സാധ്യതകളുണ്ട്. അത് പിന്നൊരവസരത്തിൽ വിശദീകരിക്കാം. ചന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ പക്ഷബലമുണ്ടെങ്കിൽ ശുഭനായിരിക്കും, പക്ഷബലമില്ലെങ്കിൽ പാപഗ്രഹമായിരിക്കും. പക്ഷബലമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ്റെ പക്ഷബലം എന്ന് പറയുന്നത് ചന്ദ്രൻ പൗർണമി സമയത്ത് ചന്ദ്രന് പരമാവധി ബലം ഉണ്ടായിരിക്കും, പക്ഷബലം ഉണ്ടായിരിക്കും. അമാവാസിയിൽ ചന്ദ്രന് ഏറ്റവും ബലം കുറവായിരിക്കും. അമാവാസി കഴിഞ്ഞ് അഷ്ടമി മുതൽ ചന്ദ്രൻ പക്ഷബലമുള്ളതായിട്ട് കണക്കാക്കാം, ശുക്ലപക്ഷ അഷ്ടമി വരെ. അത് കഴിഞ്ഞാൽ പക്ഷബലം കുറഞ്ഞ ചന്ദ്രനായിട്ട് എടുക്കാം. അങ്ങനെയുള്ള ചന്ദ്രൻ പാപനായിരിക്കും. ഇതാണ് ഇന്നത്തെ ഗ്രഹനില. ഈ പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് തീർച്ചയായിട്ടും ഈ പരിപാടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. നന്ദി, നമസ്കാരം.